എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് രേണുസുതി. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നതും രേണുസുതിയെ കുറിച്ചാണ്. രേണുസുതി ഇല്ലാത്തൊരു ഇന്റർവ്യൂകളുമില്ല. എന്നാൽ ഈ അടുത്തിടയ്ക്കാണ് രേണുസുതി അതുൽ ബ്ലോഗ്സിനെതിരെ ഒരു കേസ് കൊടുത്തത്. എന്നാൽ ആ കേസ് ഒന്നും എത്താതെ പോയി. അതിന്റെ പേരിൽ രേണുസുതി ഒരുപാട് കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു വിഷയത്തിന് ശേഷം രേണുസുതി ഇപ്പൊ വേറൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങളാണ് വീണ്ടും ചർച്ചയാകുന്നത്. ഫേം സ്റ്റെപ്പ് എന്ന് പറയുന്ന മീഡിയയിലാണ് രേണുസുതിയുടെ ഇന്റർവ്യൂ നടക്കുന്നത്. എന്നാൽ ആ ഇന്റർവ്യൂവില് രേണുസുതി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അതുൽ ബ്ലോഗ്സിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഇന്റർവ്യൂവിലൂടെ രേണുസുതി വ്യക്തമാക്കുവാണ്, അന്ന് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായി, വിഷമം ഉണ്ടായി, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ എന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, അപ്പൊ ഞാൻ വീണ്ടും ഒരു പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു എന്ന് ആ ഇന്റർവ്യൂവിലൂടെ പറയുന്നു. അതുൽ വ്ളോഗർ ഇവനെതിരെ ഒരു പരാതി എന്തായാലും കൊടുക്കണം തീരുമാനിച്ചാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത്. ഇത് കേസെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു. ഇതായി ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഇന്നലെ ഇറങ്ങിപ്പോയപ്പോൾ മീഡിയാസിന്റെ മുന്നിൽ കാര്യം പറഞ്ഞു. പക്ഷെ അന്നേരം തന്നെ നല്ല കുറെ നേതാക്കന്മാരും നല്ല കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടെ DYSP തോമസ് സാറിന്റെ അടുത്തോട്ട് വിളിപ്പിക്കുകയും നമ്മൾ അവിടെ ചെന്ന കേസ് വീണ്ടും പരാതി കൊടുക്കുകയും ചെയ്തു. അതിന് ഇപ്പൊ എന്തായാലും നടപടികൾ ആയിട്ടുണ്ട്, അതിന്റെ രീതിയിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ രേണുസുതി പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു, ബോഡി ഷേമിംഗ് നടത്തി എന്ന തരത്തിലാണ് പറയുന്നത്. എന്നാൽ അതുൽ ബ്ലോഗ്സിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ആ ഒരു തരത്തിലൊന്നും അതുൽ ബ്ലോഗ്സ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഒരു ബോഡി ഷേമിംഗ് നടത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, നിങ്ങൾ എന്താ കാട്ടിക്കൂട്ടണേന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരെ പറയുന്ന തരത്തിലോ ഒരു തരത്തിലുള്ള ഒരു വീഡിയോ ഇട്ടിട്ടില്ല. രേണുസുതി ഈ ഇന്റർവ്യൂയിലൂടെ പറയുന്നതൊക്കെ എന്റെ വീട്ടുകാരെ അപമാനിച്ചു, എന്റെ വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചടിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി എന്നാണ്. എന്നെ പറ്റി പോട്ടെ, എന്റെ പപ്പായെ പറ്റി, എന്റെ അമ്മയെ പറ്റി, എന്റെ മക്കളെ പറ്റി, എന്റെ കുടുംബക്കാരെ പറ്റി, വേറെ കുറെ അയൽപക്കംകാരുടെ വോയിസ്, ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള കുറെ കാര്യങ്ങൾ വെറും ഇങ്ങനെ ഇടുന്ന ഒരു വ്ളോഗറാണ് അതുൽ വ്ളോഗർ. രേണുസുതി പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പറയുവാണ് ഒരാളെ കുറിച്ച്. നിങ്ങളൊരു മീഡിയയില് അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂവില് നിങ്ങൾ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയാസ് ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്, അവര് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഉത്തരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അന്നേരം നിങ്ങൾ കൊടുക്കുന്ന മറുപടി അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ കണ്ടിട്ടാണ് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫെയിം ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും, അത് നിങ്ങൾ വിഷമിക്കേണ്ട, ടെൻഷൻ ആവേണ്ട കാര്യമില്ല എന്നൊക്കെ പലരും പറഞ്ഞു. അതുപോലെ ഞാനും പറഞ്ഞു, എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾക്കെതിരെ ഒരുപാട് ചോദ്യങ്ങൾ വരും, ഒരുപാട് കാര്യങ്ങൾ വരും. അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. രേണുസുതി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവരിടുന്ന വീഡിയോസ് ഒന്നും ഞാൻ കാണാറില്ല, ഇവർ പറയുന്നൊന്നും ഞാൻ കേൾക്കാറില്ല, ഞാൻ ശ്രദ്ധിക്കാറില്ല. എന്നാൽ രേണുവിന് ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിപ്രായം പറയാൻ പറ്റുന്നത്? അതാണ് അതിൽ പറയുന്നത്. ഇതൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ, ഞാനൊന്നും കേൾക്കാറില്ല. പറഞ്ഞോളൂ, ഞാൻ അപ്പം ഇപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളെ ബോഡി ഷേവിംഗ് നടത്തി അല്ലെ നിങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്പോൾ ഒരു കള്ള പരാതിയാണോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തേക്കുന്നത്? നിങ്ങളെ ബോഡി ഷേവിംഗ് നടത്തി പല്ലി എന്ന് വിളിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, നിങ്ങൾക്ക് വട്ടാണെന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞത് അതുൽ ബ്ലോഗ്സ് അല്ല, അതൊക്കെ പറഞ്ഞത് വേറെ ആൾക്കാരാണ്. എന്നാൽ നിങ്ങൾ അവർക്കെതിരെ പരാതി പറയാതെ അതുൽ ബ്ലോഗ്സിനെതിരെ പരാതി പറഞ്ഞത് എന്തിനാണ്? ഈ ഒരു ബിഷപ്പിന്റെ കാര്യം അതിൽ പറയുന്നുണ്ട്. ആ ഒരു വിഷയം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വിഷയം പബ്ലിക്കിലേക്ക് വന്നതിന് ശേഷമാണ് രേണുസുതിന് ഇത്രയ്ക്ക് ഒരു ദേഷ്യം വന്നത്. ആ ഒരു ദേഷ്യത്തിന്റെ പുറത്തല്ലേ സത്യത്തിൽ രേണുസുതി അതുലിനെതിരെ കേസ് കൊടുത്തത്? അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എല്ലാവരും രേണുസുതിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എല്ലാവരും ആ വിഷയങ്ങൾ രേണു പറയുന്ന കാര്യങ്ങളെടുത്ത് എല്ലാവരും സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. എന്നാൽ രേണുവിന് അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയുന്നത് അതിന്റെ രോമത്തെ പോലും തടയുന്നില്ല, എന്നെ അത് ബാധിക്കുന്നില്ലെന്ന് പറയുന്നു, ബോൾഡായിട്ടുള്ള മറുപടികൾ പറയുന്നു, ഒക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ എന്തുകൊണ്ട് അതുൽ ബ്ലോഗ്സിനെതിരെ ഇങ്ങനെ ഒരു കേസ് കൊടുത്തു? അപ്പൊ ഈ ബിഷപ്പ് എന്ന വിഷയം പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നത്. മറ്റൊരു കാര്യം, ഈ ബിഷപ്പിനെ പറ്റി എനിക്ക് അറിയത്തില്ലെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ആ ചർച്ചിൽ പോകാറുണ്ട്, ആ ചർച്ചിൽ വരുമ്പോൾ അവിടുത്തെ ബിഷപ്പ് കേസിലുണ്ടോ പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയുന്നു. ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയായിരുന്നു. ബിഷപ്പ് തട്ടിപ്പ്, അയ്യോ ഇയാൾ തട്ടിപ്പ് ചെയ്യും എന്നുള്ളത് ഞാൻ മുൻകൂട്ടി കാണാൻ ഞാൻ ജ്യോതിഷനല്ല. ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ സുധിച്ചേട്ടൻ മുഖാന്തരമാണ്. സുധിച്ചേട്ടന്റെ ശവസംസ്കാര ശുശ്രൂഷ ചെയ്ത ബിഷപ്പാണ്. അന്നൊന്നും ഇയാൾ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ആ ചർച്ചിലാണ് പൊക്കോണ്ടിരുന്നത്, മനസ്സിലായോ? അപ്പം ഈ ഒരു ബാഗും ബുക്കും കൂടെ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഈ പള്ളിക്കാർ കൊണ്ട് ബാഗും ബുക്കും കൂടെയും കൊടുത്ത് എന്റെ സന്തോഷത്തിൽ ഞാൻ പറഞ്ഞു. അതിന്റെ പിറ്റേ ഒരാഴ്ചയാണ് ബിഷപ്പിനെ പോലീസ് പിടിക്കുന്നത്. ഞാൻ അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ ബിഷപ്പിനെ പോലീസ് പിടിച്ചിട്ടാണോ ഞാൻ ആ വീഡിയോ ഇറക്കിയത്? ഇതൊക്കെ എന്തിനാ അതിൽ ഇതൊക്കെ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എനിക്കറിയത്തില്ല. ബിഷപ്പ് അങ്ങനെ ചെയ്യുന്നത് എന്റെ തന്തയാണോ ബിഷപ്പ്? ഇവൻ എന്നെ പറയാൻ വേണ്ടിയിട്ട് തട്ടിപ്പ് നടത്തുന്നത് എന്റെ തന്തയാണോ ബിഷപ്പ്? അല്ലല്ലോ. ബിഷപ്പിന്റെ വൈഫിനും മക്കൾക്കും ആർക്കും ഇല്ല പ്രശ്നം, ഇവനാണല്ലോ ഈ പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കുക, 2013 അയാൾക്കെതിരെ കേസ് വന്നത്. അപ്പൊ ആ കേസിനെ കുറിച്ച് അറിയത്തില്ല എന്നൊക്കെ പറയുന്നത് എന്താണ്? നുണയല്ലേ? ആ അവതാരകൻ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. സുധിയുടെ അടക്കിനെ പറ്റിയൊക്കെ ചോദിക്കുന്നു. അപ്പൊ പുള്ളിക്കാരി പറയാണ്, മകനോട് ചോദിച്ചിട്ടാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തേ എന്ന് പറയുന്നു.
ഒരു ചെറിയ പയ്യനോട് ചോദിച്ചിട്ടാണോ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ചെയ്യുന്നത്? എല്ലാരും വന്നിട്ട് മകനോട് ചോദിച്ചു. മകൻ പറഞ്ഞു പള്ളിയിൽ അച്ഛനും അമ്മയും പള്ളിയിലാണ് പോയിക്കോട്ടിരുന്നത്, അതുകൊണ്ട് അവിടെ കൊണ്ട് അടക്കിക്കോ എന്നൊരു ചെറിയ കൊച്ചു പറയുന്നത് കേട്ടാണോ എല്ലാം ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടില്? അതും അദ്ദേഹം മാമോദിസ പോലും മുങ്ങിയില്ല, അങ്ങനെ ഒരു ചർച്ചിൽ കൊണ്ടേ അടക്കി എന്ന് പറയുന്നു. അപ്പൊ ആ ചർച്ച എന്ത് തരം ചർച്ചാണ്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും, കാരണം നിങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. മൂത്ത മകൻ അവന് 18 വയസ്സുള്ളപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞത്, അല്ലെ അവൻ പറയട്ടല്ലെന്ന്, അവനാണ് പറഞ്ഞത് അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഞായറാഴ്ചകളിൽ അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അച്ഛനെ ആ പള്ളിയിൽ അടക്കിയാൽ മതി, അവനാണ് പറഞ്ഞത്, അവനോടാണ് ചോദിച്ചത്. ഒരു മാമോദിസ പോലും മുങ്ങാതെ ഒരു പള്ളിയിൽ മെമ്പർ ആവും ഒരു വ്യക്തി. അപ്പൊ ആ പള്ളിയിലെ മെമ്പർ പോലും അല്ലാത്ത ഒരാളെ നിങ്ങൾ അവിടെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞപ്പം ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. ഒരു ചോദ്യം അവതാരക ചോദിച്ചത് എന്തായിരുന്നു? ലക്ഷ്മി നക്ഷത്രയെ കുറിച്ച് പറഞ്ഞപ്പോഴും നിങ്ങൾ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ബന്ധങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര കാര്യങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയണം ഞങ്ങൾക്ക് അവരുമായിട്ടൊന്നും അത്രയ്ക്കൊന്നുമില്ല, അവർക്ക് അവരുടെ കാര്യമല്ലേ. പിന്നെ എന്നിട്ട് അവരെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കുകയാണ് നിങ്ങൾ. ഇനിയിപ്പോ ലക്ഷ്മി നക്ഷത്രം എങ്ങനെ എന്റെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ട് അവർക്കൊരു വിഷമമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഒരുപാട് സഹായിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ അതും പറയത്തില്ല. എല്ലാം നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു സ്വഭാവമാണ്. ഇങ്ങനെ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഏറെന്ന് ഇറങ്ങാൻ നിങ്ങൾക്ക് സമയം കിട്ടാത്തത്. കുറച്ചൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയും പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ പറയാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു. 2 മാസം മുമ്പ് നടത്തിയ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യമായിരിക്കില്ല പിന്നെ വരുന്ന ഇന്റർവ്യൂ പറയുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ തോന്നുമ്പോൾ മാറ്റി പറയും. ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. കുറച്ചു മുമ്പ് ഈ ഡിപ്രഷനെ കുറിച്ച് ചോദിച്ചു പറഞ്ഞു അത് ഞാൻ ഹോമിയോ മരുന്നാ കഴിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പം ആ അവതാരക വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറയാണ് അത് എല്ലാ പെണ്ണുങ്ങൾക്കും പ്രസവത്തിന് ശേഷം വരാറുള്ള അതുപോലെ എനിക്കൊന്ന് വന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചായിരിക്കും ചിലപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്. അതങ്ങനെ എല്ലാവർക്കും ഒന്നും വരത്തൊന്നുമില്ല. അത് രേണുസുതി മനസ്സിലാക്കി വെക്കുക. പിന്നെ രേണുസുതി പറയുന്നു ഒരു ഫോണും ഒരു കോലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ആകാം എന്ന തരത്തിലാണ് സംസാരിക്കുന്നത്. രേണുസുതി നടക്കുന്ന വഴിക്കല്ല ഈ ഓൺലൈൻ മീഡിയാസിനെ കൂടെ നടക്കുന്ന എന്തിനാ? അല്ലെങ്കിൽ രേണുസുതി വരുന്നോടത്തൊക്കെ അവരും വരുന്നുണ്ടല്ലോ. ഞങ്ങൾ ഇന്നലെ ഇറങ്ങിപ്പോയപ്പോൾ മീഡിയാസിന്റെ മുന്നിൽ കാര്യം പറഞ്ഞു. അപ്പൊ രേണുവിന് പറഞ്ഞ എന്താ, നിങ്ങൾ എന്തിനാ എന്റെ പുറകെ നടക്കുന്നത്, വേറെ വഴി നോക്കിപ്പോ എന്ന് പറഞ്ഞ എന്തിനാ? അവരോട് നല്ലതായിട്ട് സംസാരിക്കുക, അവരോട് അവർ ചോദിക്കുന്നതിനൊക്കെ നന്നായിട്ട് മറുപടി പറയുകയൊക്കെ ചെയ്ത് ചിരിച്ച് കളിച്ച് രസിച്ചല്ലേ അവരുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അവരെ അപ്പോ ഓടിച്ചു വിട്ടില്ല? അപ്പൊ നിങ്ങൾക്ക് അത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് അത് വേണം, ആ ഒരു ഫെയിം നിങ്ങൾക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ചെയ്യാത്തത്. എന്നിട്ട് നിങ്ങളെ കുറിച്ച് വീഡിയോ ഇടുന്നവരോട് നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞത് ശരിയല്ല. രേണുസുതി പറയുന്നു രേണുസുതിയുടെ വീട്ടുകാരെ ഇതിലേക്ക് വലിച്ചഴിച്ചെന്നു. ആരാണ് രേണുസുതിയുടെ വീട്ടുകാരെ ഈ വിഷയങ്ങളിലേക്ക് വലിച്ചഴിച്ചത്? രേണുസുതി തന്നെയല്ലേ? ഈ ഓൺലൈൻ മീഡിയാസിനോ ഈ നാട്ടുകാർക്കോ ആർക്കും അറിയില്ലായിരുന്നു രേണുസുതി ഇതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടുള്ള വിവരം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ഇതൊക്കെ പറഞ്ഞത് രേണുസുതി തന്നെയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞത് രേണുസുതിയാണ്. അത് നിങ്ങൾക്ക് ഓർമ്മ നഷ്ടപ്പെട്ടിട്ടായിരിക്കും നിങ്ങൾ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത്. അവരങ്ങനെ പറഞ്ഞു, അവരെന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ മുൻകാല ഇന്റർവ്യൂസ് ഒക്കെ സമയം കിട്ടുകൊണ്ട് എടുത്തിട്ടൊന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്. എന്തായാലും ഇപ്പൊ ചുരുക്കത്തിൽ ഒരു കാര്യം മനസ്സിലായി. അതുൽ ബ്ലോഗ്സിന്റെ ഒരു വീഡിയോ പോലും കാണാതെയാണ് നിങ്ങൾ അതുൽ ബ്ലോഗ്സിനെതിരെ ഒരു കേസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പൊ മനസ്സിലായത്. അപ്പൊ ഈ കേസിന് കഴമ്പുണ്ടാവുമോ? ഇനിയിപ്പോ ഈ പരാതി തള്ളി പോവോ? നിങ്ങൾ ഇനി ഇന്റർവ്യൂകളൊക്കെ നോക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ഇന്റർവ്യൂ ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയാൻ ശ്രമിക്കുക. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശവും കമന്റ് രൂപേണ അറിയിക്കും. മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം. ബൈ.